റൈറ്റ്. ഇപ്പോൾ എം ഇന്ദ്രപാലൻ നമ്പ്യാർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. റിട്ടയർഡ് മേജർ ജനറലാണ്. അദ്ദേഹം ദൗത്യത്തിന് വലിയ തോതിൽ നേതൃത്വം നൽകുന്നു. സർ, ഈ ദൗത്യം അത് ഇങ്ങനെ 13ാമത്തെ ദിവസം എത്തി നിൽക്കുമ്പോൾ എന്താണ് താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ? എന്താണ് നിലവിലത്തെ ഒരു അപ്ഡേറ്റ്? അപ്ഡേറ്റ്സില് ഇന്നലെ ഒരു ഡൈവേർട്ട് അകത്ത് പോയപ്പോ, ഈശ്വരൻ അകത്ത് പോയപ്പോ അവർ പറഞ്ഞത് അവിടെ മണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ എന്തില്ലാണ് എനിക്ക് റിപ്പോർട്ട് കിട്ടിയത് ഫ്രം SP ആൻഡ് ദി പീപ്പിൾ ഹു ആർ വിത്ത് ഹിം. അപ്പോ ആ മണ്ണ് അവിടെ അവർ കണ്ടത് തൊട്ടത്, ഇഫ് ദാറ്റ് ഈസ് ട്രൂ, ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ്. നമുക്കത് അതിശയമല്ല. കാരണം അവിടെ മണ്ണുണ്ടാവാൻ ഫുൾ സാധ്യതയുണ്ട്. ഈ ട്രക്കായാലും പൈലനായാലും ക്യാബിനായാലും എന്തായാലും ഈ അങ്ങനെയാണ് ഈ റിവറിന്റെ ഒരു ബിഹേവിയർ. റിവറിൽ വെള്ളം ഇരിക്കുമ്പോ ഒരുപാട് മഡി വാട്ടർ ഉണ്ടാവുമ്പോ ഇങ്ങനത്തെ ഈ ഫ്ലൂയിങ് മഡും റോക്കും ഈ ലാൻഡ്സ്ലൈഡ് വന്നത് ഒബ്സ്ട്രക്ഷൻ എവിടെ ഉണ്ട് അത് അവിടെ പോയിട്ട് കളക്ട് ആവും. അതിന് മേലെ കളക്ട് ആയിക്കൊണ്ടും ഒരു പ്രൊഫൈൽ കിട്ടുന്നവരെ ആ പ്രൊഫൈൽ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം തനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തുടങ്ങും, ഓർ ഈ മണ്ണ് തീരുന്നവരെ. സോ ഈ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഒരുപാട് മണ്ണ് താഴോട്ട് ഒഴുകി വന്നിട്ടുണ്ട്. അത് ഈ 4 ഐറ്റിന്റെ മേലെ കളക്ട് ആയി കിടക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് നമ്മൾ ഇതിനെ ബാക്ക് ആയി നോക്കിക്കഴിഞ്ഞാൽ. സോ ഇറ്റ്സ് നോട്ട് എ സർപ്രൈസ് ഫോർ മീ അവിടെ എല്ലാം മണ്ണ് പറയുമ്പോൾ. കാരണം നമ്മുടെ റീഡിംഗിലും 3 മീറ്ററിൽ ഒരു നിങ്ങൾക്ക് 3 to 4 മീറ്റർ ഒരു ലൈറ്റ് റീഡിംഗ് വന്നിട്ടുണ്ട്, അതിന്റെ താഴെയാണ് ഹെവി റീഡിംഗ് വരുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ്. സോ സർ, കോൺടാക്ട് പോയിന്റ് 4-ൽ തന്നെ ഈ വാഹനം അല്ലെങ്കിൽ ക്യാബിൻ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണോ? കറക്റ്റ്. സോ നമ്മൾ പറയുന്നത് we reviewed our technical data, we reviewed our signature data, and ആ ഡേറ്റ വെച്ചിട്ട് നമ്മൾ പറയുന്നത് CP4ന്റെ മണ്ണിന്റെ താഴെ തന്നെ ഇതാവാൻ മാക്സിമം സാധ്യതയാണ്. ഇപ്പോഴും നമ്മുടെ വി ആർ സ്റ്റിക്കിംഗ് ടു അവർ ടെക്നിക്കൽ ഫൈൻഡിങ്. ഓക്കെ സർ, ഇനി എന്താണ് അടുത്തൊരു ഈ റെസ്ക്യൂ ഓപ്പറേഷന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇതിൽ കൂടുതൽ മെഷീനറീസ്, എന്തെങ്കിലും സാധ്യതകൾ? ഇപ്പോ നമ്മൾ ഇതിന്റെ പേര് മാറ്റണം. ഐ തിങ്ക് കോളിംഗ് ദിസ് റെസ്ക്യൂ ഓപ്പറേഷൻ എനിമോർ ഇസ് നോട്ട് ദ റൈറ്റ് തിങ് ടു ഡു. ഈ റെസ്ക്യൂ നമ്മൾ പറയുന്നത് വേർഡ്, ഇറ്റ് ഈസ് മെന്റ് ടു റെസ്ക്യൂ ഹ്യൂമൻ ലൈഫ്സ്. ജീവിച്ചുകൊണ്ട് ആൾക്കാർ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുമ്പോൾ അവരെ നമ്മൾ എടുക്കുന്ന റെസ്ക്യൂ എന്ന് പറയാം. ഇതിപ്പോ റെസ്ക്യൂ അല്ല. നൗ ഇറ്റ് ഈസ് റിക്കവറി ഓപ്പറേഷൻ. റിക്കവറി പറഞ്ഞാൽ വി ആർ ട്രൈങ് ടു റിട്രീവ് വാട്ട് വി ഹാവ് ലോസ്റ്റ് വിത്ത് എ പർപ്പസ്. ഇപ്പൊ നമ്മുടെ പർപ്പസ് എന്താണ്? നമുക്ക് നമ്മുടെ അർജുനനെ തിരിച്ചു കിട്ടണം. വി ഹാവ് ടു ഫൈൻഡ് ഹിം വേർ ഹി. ആ പർപ്പസിനാണ് ഇപ്പൊ നമ്മൾ നടക്കുന്നത്. അതില് എങ്ങനെ റിക്കവറി ഓപ്ഷൻ നടക്കുക അത് നോക്കും. ഈ റിക്കവറി റെസ്ക്യൂല് ഡിഫറൻസ് ഞാൻ പറയാം. റെസ്ക്യൂ ഓപ്പറേഷനിൽ വി ടേക്ക് റിസ്ക് വിത്ത് ലൈഫ്സ്. നമ്മൾ ആർമിയിലായാലും വെനെവർ വി ആർ കോൾഡ്, നമ്മൾ റെസ്ക്യൂ ചെയ്യണമെങ്കിൽ കുട്ടിയായെങ്കിലും ബോർവെൽ ആരെങ്കിലും സ്റ്റക്ക് ആയാലും അവലാഞ്ചിലായാലും കുറെ പ്രാവശ്യം നമ്മളെ വിളിക്കും. സോ വി ഗോ. എവിടെയൊക്കെ ജീവിതമുള്ള മനുഷ്യന്മാരുണ്ടോ അവര് റെസ്ക്യൂ ചെയ്യണമെങ്കിൽ വി പുട്ട് അവർ ലൈഫ്സ് അറ്റ് റിസ്ക് ആൻഡ് ഡു. പക്ഷേ if your vehicle is lying somewhere or people are unfortunately they meet with accident, they are not anymore, avade rescue alla, we are only recovering them for the safety and for the meeting their family. Our recovery la nammala we putting ourselves in risk or anybody in risk is not correct. Karanam every person is a son of some mother. We have to take care of that family also whose life we are putting at risk. Our risk la edukkumbo, is that risk manageable? Is that risk worth it? What is the objective of the risk? On the battlefield ayalum ee rescue operation ayalum as a mature people namak nokanam. So in my mind what we should do now, we must get Arjunan out as soon as possible, not immediately. Naale porthu kondu vandittu we are not achieving anything. But if you are able to do that without risking life, by all means do. So now if I were to advise, we will say take a proper engineering plan. അത് ഇരുന്ന് ഉണ്ടാക്കി പ്ലാൻ ആക്കി നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യൂ. വി വിൽ സ്റ്റിൽ ഗെറ്റ് ഹിം. അപ്പോഴേ ഒബ്ജക്റ്റീവ് അച്ചീവ് ആവുള്ളൂ, അപ്പോഴേ പർപ്പസ് അച്ചീവ് ആവുള്ളൂ. ഇഫ് യു സഡൻലി ട്രൈ കീപ് റിയാക്ടിങ് ടു വാട്ട് പീപ്പിൾ ആർ സെയിങ് ആൻഡ് ഇന്ന് ഇപ്പൊ ചെയ്യുക, നാളെ അത് ചെയ്യുക, ഞാൻ ഇത് ചെയ്യുക, അങ്ങനെ പോയാലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും വിത്തൗട്ട് എനി റിസൾട്ട്. ഈസ് വാട്ട് മൈ simple experience of 40 years of various types of operation is. So that is what I have to offer.
റൈറ്റ്. സോ വാട്ട് ഡു യു തിങ്ക് സർ? അതായത് ഏത് രീതിയാണ് ഇപ്പോൾ ഈ ബാർജിന്റെ കാര്യം പറയുന്നു സതീഷ് സെയിൽ കാവാലമ്പല്ലേ, അത് അനദർ ഓപ്ഷൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ അതൊന്നുമല്ല, മറ്റു ചില മാർഗങ്ങൾ കൂടിയുണ്ട്. മറ്റദർ ഓപ്ഷൻസ് ആർ ദേർ, അതർ ഓപ്ഷൻസ് ആർ ദേർ എന്ന് സാറ് തന്നെ സൂചിപ്പിക്കുന്നു. എക്സിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എന്താണ് സാറിന്റെ ഒരു ഒപ്പീനിയൻ? ഇനി എന്ത് വേണം? സതീഷ് സെയിൽ ഈസ് എ വെൽ മീനിങ് പേഴ്സൺ. അവര് ഏറ്റവും പെട്ടെന്ന് എങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അവർ നോക്കാണ്. സോ അത് അവരുടെ മനസ്സാണ് കേട്ടോ. ഈസ് ജസ്റ്റ് ട്രൈങ് ടു സീ വാട്ട് ബെസ്റ്റ് ഹി ക്യാൻ ഡു. അവരുടെ റിസോഴ്സിൽ എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്കറിയാം അവരുടെ റിസോഴ്സിൽ റിസൾട്ട് കിട്ടില്ല എന്ന്. ബിക്കോസ് ഹി ഈസ് നോട്ട് എ റെസ്ക്യൂ മാൻ. ഹി നോസ് വാട്ട് ഈസ് സപ്പോസ് ടു ഡു ആസ് പെർ ഹിസ് പ്രൊഫഷൻ. ഐ നോ വാട്ട് ഐ എം സപ്പോസ് ടു ആസ് പെർ മൈ പ്രൊഫഷൻ. അപ്പൊ അവരുടെ ഇമോഷൻ ഉണ്ട് അതില്, അവരുടെ സെന്റിമെന്റ് ഉണ്ട് അതില്. അവർ ഹി വാണ്ട്സ് ടു ഡു സംതിങ്. അതോ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്തെടുക്കാൻ അവർ നോക്കണം. വിച്ച് ഇസ് എ ഗുഡ് ഇന്റൻഷൻ, അവരുടെ നല്ല ഇന്റൻഷൻ ആണ്. പക്ഷെ അവർക്ക് റിസൾട്ട് കിട്ടില്ല. എനിക്ക് ഓൾമോസ്റ്റ് ഇപ്പം തന്നെ പറയാൻ പറ്റും. അതിൽ പോയി കഴിഞ്ഞാൽ വെരി വെരി ഡിഫിക്കൽട്ട് ഓപ്ഷൻ ഈസ് ടേക്കിംഗ്. കാരണം ട്രക്ക് അവിടുത്തെ പൊക്കാനായിട്ട് ദി ഫോഴ്സ് യു റിക്വയർ ഇസ് ട്രെമൻഡസ്. ആ ഫോഴ്സ് കിട്ടണമെങ്കിൽ ഈ ബാർജിന്റെ മേലെ ഇത് കയറ്റി ഇറക്കുക, ഇറ്റ് റിക്വയർസ് ഹ്യൂജ് എഞ്ചിനീയറിംഗ്. ചിലപ്പോൾ അതന്നെ ഒരു ആക്സിഡന്റ് ആവാൻ ചാൻസ് ഉണ്ട്, ക്രിയേറ്റിംഗ് അനദർ സിറ്റുവേഷൻ. അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഐ ഹാവ് സജസ്റ്റഡ് 2 ഓപ്ഷൻസ്. വൺ ഈസ് എ ജാങ്കർ ഓപ്ഷൻ. കൊച്ചി പോർട്ട് ട്രസ്റ്റ് ജാങ്കർ ഫെറി ഉണ്ട്. അവിടുന്ന് കൊച്ചിയും വേണ്ട, ബേപ്പൂരിലും ഉണ്ട്. അതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇറ്റ് കൻ ഈസിലി കം. അതിൽ മൗണ്ട് ചെയ്തിട്ട് ഇതിനെ പുറത്ത് അടുക്കാൻ പറ്റും. അതിന്റെ മേലെ നമുക്ക് ലോങ് ആം ക്രെയിൻ 20 മീറ്റർ വരെ ലോങ് ആം ക്രെയിൻ ഒക്കെ ഉണ്ട്, ഡബിൾ ആം ക്രെയിൻ. അതിനെ 2 ക്രെയിൻ മൗണ്ട് ചെയ്താൽ ഇറ്റ് ക്യാൻ റിമൂവ് ദാറ്റ്. അതിനെക്കാട്ടിലും ബെറ്റർ ഓപ്ഷൻ ആണ് ഐ എം ടോക്കിംഗ് അനദർ തിങ് കോൾഡ് എക്സ്കവേറ്റർ ഡ്രെജർ, വാട്ടർ മാസ്റ്റർ. അത് അഗെയിൻ കൊച്ചിയിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത്, ഇപ്പോഴുണ്ടോ വർക്കിംഗ് ആണോ എനിക്ക് അറിയില്ല. ഗുജറാത്തിലുണ്ട്, ചെന്നൈയിലുണ്ട്, പിന്നെ കാലിക്കറ്റിലുണ്ട്. അത് സ്വന്തം മൂവ് ചെയ്യുന്ന ഐറ്റമാണ്. അതിന് ഒന്നും ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ഇങ്ങനത്തെ ഓപ്പറേഷന് വേണ്ടി അതിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനെ കൊണ്ടുവന്നാൽ ഇറ്റ് മേ ടേക്ക് 2-3 days ടു കം. പക്ഷെ അത് വന്നാൽ വിത്തിൻ 1 day അത് എല്ലാം നമുക്ക് 4 പോയിന്റ്സിലും പോയി പരിശോധന ചെയ്ത് എവിടെയാണ് ട്രക്ക് നോക്കി എടുത്തു തരും. റൈറ്റ്. താങ്ക് യു സർ, താങ്ക് യു ഫോർ ജോയിനിങ്. ഒരുപാട് നന്ദി പ്രതികരിച്ചതിന്. എന്നാലും റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാലൻ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ ഇനി മറ്റ് ചില നൂതന മാർഗങ്ങളിലൂടെ പരിശോധിക്കേണ്ടി വരും. അതിൻ്റെ സമയമായിരിക്കുന്നു. ഒരുപക്ഷെ ഇപ്പോൾ വാട്ടർ മാസ്റ്റർ എന്ന് അദ്ദേഹം സൂചിപ്പിച്ച ഡ്രെഡ്ജർ വിത്ത് എക്സ്കവേറ്റർ എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ അത് കൊച്ചിയിലും ഗോവയിലും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എത്തിക്കാൻ ചിലപ്പോൾ 2-3 ദിവസം എടുത്താലും ആ പുഴയിലെ സാഹചര്യത്തിൽ ഇത്തരം സംവിധാനങ്ങൾ വേണം എന്നുള്ളതാണ്.